ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സിമിയ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് ചെയ്യുന്നതാണ്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് എൻ്റെ ഫേവറേറ്റ് ഒരു ഷേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാല് നല്ലോണം കട്ടയായിട്ട് ഉടച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കതിലോട്ട് ചേർക്കേണ്ടത് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്തേക്കുന്ന ബിസ്ക്കറ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. 2-3 ഞാൻ അതിൽ നിന്ന് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു, ഞാനും കുട്ടികളൊക്കെ. എന്നിട്ട് ബാക്കിയുള്ളതാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ബിസ്ക്കറ്റിന് ഓൾറെഡി പഞ്ചസാര ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതനുസരിച്ചിട്ട് കുറവ് ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് ലൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പാല് കുറച്ച് കട്ടയാക്കിയിട്ട് ബാക്കി ലൂസായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷനായിട്ട് ഒരു ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് നട്ട്സ് മുകളിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.